ാണ് വിവരമുള്ളവരാണ്, ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് ചരിത്രപരമായി പാണക്കാട് കുടുംബത്തിൻ്റെതാവട്ടെ, മമ്പുറം തങ്ങളുടേതാവട്ടെ, ഓരോന്നും എടുത്ത് നോക്കിയാലും ശരി ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരുന്നു, ലീഡേഴ്സായിരുന്നു അതാത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളുകളായിരുന്നു ഈ പറഞ്ഞ തങ്ങന്മാരൊക്കെ. കുറച്ചങ്ങോട്ട് മാന്തിട്. മണ്ണുണ്ട് കയറിട്ടോ. അവിടെ തന്നെ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. പ്രസിഡന്റിന് ദുനിയാവിന്റെ കാര്യം നോക്കാനുണ്ട് എമ്പാടും, പിന്നെ ഇവിടെ ദീന്റെ കാര്യം നോക്കാൻ നേരം കിട്ടണേ അല്ലേ കെട്ടറിയേ? പള്ളിന്റെ ഏത് കാര്യത്തിനാ പിന്നെ കിട്ടാതായത്? 4-5 കൊല്ലായ പത്മനാഭന്റെ തെങ്ങ് നമ്മളെ പള്ളിന്റെ മേലേക്ക് ചാഞ്ഞിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ പള്ളിയാണെങ്കിലോ അത് ഓടിട്ടതും. പള്ളി വാർപ്പാക്കാൻ കമ്മിറ്റിന്റെ കയ്യിലുണ്ട് കാശ്. ഒന്നരാടം ഓലയും മടലും വീണിട്ട് ഓട് മുഴുവൻ പൊട്ടി. ഓടും പട്ടിയെ മാറ്റിയിട്ട് ഞാനാണ് അത് മറിക്കുകയും ചെയ്തു. ആ പറമ്പിൽ ആകെയുള്ള 6 തെങ്ങിൽ വെച്ച് ഏറെ തേങ്ങ കിട്ടുന്നത് ഈ പള്ളിന്റെ മേലേക്ക് ചാഞ്ഞ് തെങ്ങുമെന്നാണല്ലോ. പള്ളിക്കുളത്തിലെ വെള്ളം കുടിച്ച് തടിച്ച് കൊയ്ത്ത തെങ്ങിന്റെ തേങ്ങ ഓനിഞ്ഞിപ്പോ അങ്ങനെ അരച്ച് കൂട്ടണ്ട. തെങ്ങ് ഞാൻ മുറിച്ചു മാറ്റും. അത് വേണോ? നാട്ടിലൊരു കശപശക്കെ ഇടയാകൂലേ? അത് നേരാ. ഇതാപ്പുള്ള കുഴപ്പം, തിന്നൂല തീറ്റിക്കൂല. എന്താ ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? അത് മറ്റൊന്നല്ല സമീറെ, നമ്മളെ പള്ളിന്റെ മുകളിൽ ചാഞ്ഞെടുക്കണ തെങ്ങില്ലേ, അതിന്റെ പ്രശ്നം തന്നെ. ഓ അതോ ഉമർക്ക, ഞാൻ ഇവളും തമ്മിൽ 2.5 വർഷം വിവാഹമോചന കേസ്. സത്യത്തില് നിന്റെ വാപ്പയും നൂർജുവിന്റെ വാപ്പയും തമ്മിലാണ് പ്രശ്നം. തർക്കം മുറുകിയപ്പോ കേസ് പാണക്കാട്ടിക്ക് വെച്ചിട്ടല്ലേ കഴിച്ചില്ലായത്? എന്റെ വാപ്പയും നൂർജുവിന്റെ വാപ്പയും ഒരു തരിമ്പം പിടിവാശി വിടില്ല എന്ന് തങ്ങൾക്ക് മനസ്സിലായി. ഒടുക്കം എന്നെ നൂർജുവിനെ അകത്തേക്ക് വിളിച്ച്. ഉമർക്ക, എന്തത്ര ആലോചിക്കാൻ, കേസ് പാണക്കാട്ടേക്ക് വെക്കി. നേരാണല്ലോ. പത്മനാഭം വരുവോ? വരാതെ പാണക്കാടെന്ന് വിളിച്ച ആരാ ചെല്ലാത്തത്? അതിലൊരു മുന്നണി ഭേദം ഇല്ല പ്രസിഡന്റെ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല സെക്രട്ടറി, തങ്ങളെന്ത് പറഞ്ഞു? തെങ്ങ് മുറിക്കാനാവും? അല്ല. പിന്നെ പള്ളിൻ്റെ ഓടൊക്കെ പൊട്ടിക്കോട്ടെന്നോ? പൊട്ടുമ്പോ മാറ്റിയിട്ടാ മതിയെന്നോ? അതും അല്ല. തെങ്ങ് മുറിച്ചും വേണ്ട, ഓട് മാറ്റും വേണ്ട. സെക്രട്ടറി, ഈ ആളലാക്കലാക്കണ്ടേ? തങ്ങൾ എന്ത് പറഞ്ഞത് തെളിച്ചു പറയും. തങ്ങൾ പാപ്പ പറഞ്ഞ തെങ്ങ് മുറിച്ചോളാന്ന് പത്മനാഭൻ. തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാന്ന് ഞങ്ങളും. എന്നിട്ട് എന്താകാനാ? ഇരു കൂട്ടരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോ അൽ ഫാത്തിഹ എന്ന് തങ്ങള് ദുആ കഴിഞ്ഞപ്പോ പൽപ്പനാഭൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, പൽപ്പനാഭ തെങ്ങൊന്നും മുറിക്കാൻ പോണ്ട, നിസ്കരിക്കണോര് ഓട് മാറ്റി പള്ളി വാർപ്പാക്കിക്കോട്ടെ. അതാണ് എന്റെ ശരി. ഞമ്മളെ മുതൽ കേടുവരുത്താണ്ടിരിക്കാനായിട്ട് അന്യന്റെ മുതലല്ല കേടുവരുത്തേണ്ടത്. തങ്ങക്ക് വേക്കൂല. അതിലുൽ ബൈത്താ. ഇനി പള്ളി കോൺക്രീറ്റ് ചെയ്യാൻ ഞങ്ങൾ വണ്ടി പായണം. 1,00,000 റുപ്യ ഞാൻ തരാം. 50,000 ഞാൻ തരാം. അല്ല, ബാവാന്റെ മോൻ ദുബായിലല്ലേ, അപ്പൊ നിങ്ങൾ 50,000 പോരാ. ഓൻ അവിടെ അല്പം ക്ഷീണത്തിലാ. അല്ലെങ്കില് പോട്ടെ. ആദ്യം നമ്മൾ കമ്മിറ്റിക്കാരെന്താ ഒപ്പിക്കുന്നു ഉറപ്പിച്ചാ ബാക്കി നമുക്ക് ജനറൽ ബോഡി വിളിച്ചിട്ട് പിരിവെടുത്താലോ? അത് തന്നെ. അങ്ങനെയാണ് 25,000 ഞാൻ. പള്ളി പുതുക്കി പണിയാനുള്ള പിരിവ് നിർത്തിക്കോളി. എന്താ മീതെ? പത്മനാഭേട്ട തെങ്ങ് മുറിപ്പിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, നല്ല കാര്യം. സമാധാനമായി. ഇനി കപ്പളെ തോന്നിക്കണ്. നമ്മൾ മാപ്പിളാർക്കും വേണ്ടിയിട്ട് തെങ്ങ് മുറിച്ചാൽ തങ്ങൾ പറയുന്നതാണ് പത്മനാഭനും കൂട്ടരും കരുതിയത്. പക്ഷേ തെങ്ങ് മുറിച്ചണ്ടെന്ന് തങ്ങൾ പറഞ്ഞപ്പം പത്മനാഭനും കൂട്ടരും കുറ്റബോധം കൊണ്ട് തല കുമ്പിട്ട് പോയി. അൽഹംദുലില്ലാ, അങ്ങനെ മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി. പ്രസ്ഥാനവും സമുദായവും അനുനിമിഷം സംഘർഷഭരിതമായപ്പോഴൊക്കെയും ശിഹാബ് തങ്ങൾ മെയ് വഴക്കമുള്ള കപ്പിത്താനെ പോലെ അതിൻ്റെ അമരത്ത് തന്നെ നിലകൊണ്ടു. ബാബരി മസ്ജിദ് തകർത്തപ്പെട്ട ആ സന്ദർഭത്തിൽ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുവാനും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളുടെ വീട്ടിനും സ്വത്തിനും കാവൽ നിൽക്കുവാനാണ് സഹോദരൻ സയ്യിദ് ശിഹാബ് തങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ. തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൻ്റെ വാതിൽ തകർക്കപ്പെട്ട സംഭവമായിരുന്നു. അന്ന് ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും വേഗത്തിൽ അവിടെ എത്തിച്ചേരുകയും ആ വാതിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി ആദ്യമായി തങ്ങളുടെ കൈകൊണ്ട് കാണിക്ക നൽകുകയും ചെയ്തുകൊണ്ട്
ഇവിടെയുള്ള സംഘർഷാവസ്ഥ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വാതിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കാമെന്ന് പറയുകയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊക്കെ കേരളത്തിലെ എല്ലാ സമുദായക്കാരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുയായികളൊക്കെ തന്നെ അതിനുവേണ്ടി ഇനി നിലകൊള്ളേണ്ടവരാണ്. കേരളത്തിൽ നമുക്ക് ആവശ്യവും ആ മതസൗഹാർദ്ദമാണ്. താനാളൂരിൽ വലിയൊരു സംഭവം നമുക്കറിയാം. താനാളൂരിൽ ക്ഷേത്രം അത് കത്തുന്നൊരു സന്ദർഭത്തിൽ ആ പ്രദേശത്തേക്ക് ഓടിച്ചെന്ന് തളിയിൽ എന്ന പോലെ തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, അവിടുത്തെ പ്രധാനികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആ ക്ഷേത്രം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന എൻ്റെ പിതാവ് BV അബ്ദുള്ള കോയായിരുന്നു. ആ ചടങ്ങിലെ പ്രത്യേകമായി ആസൂത്രണം ചെയ്തിരുന്ന പ്രധാന പ്രാസംഗികൻ CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് അടുത്ത പിൻഗാമിയായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന പേര് ഉച്ചരിക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞാൻ തന്നെ അതിനെ പിന്താങ്ങുന്നു എന്ന് എൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ധ്വനികളോടെ ആ യോഗം അത് അംഗീകരിക്കുകയുണ്ടായിരുന്നു. ഈ നിർദ്ദേശം ശിഹാബ് തങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയാണ് ചെയ്തത്. രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാത്ത എന്നെ ഈ വലിയ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു വലിയ സമുദായത്തെ നയിക്കാൻ, വലിയ സംഘടനയെ നയിക്കാൻ കൊണ്ടുവരുന്നത് എന്താവും എന്ന ഒരങ്കലാപ്പിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് CH മുഹമ്മദ് കോയ സാഹിബും അതുപോലെ എൻ്റെ പിതാവുമെല്ലാം തന്നെ തങ്ങളുടെ പിന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്, തങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സസന്തോഷം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ ഏറ്റവും വലിയ മികവ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അപ്പോസ്തലനായി അദ്ദേഹം രംഗത്ത് വന്നു. കോട്ടയത്ത് മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഭയുടെ ഒരു വലിയ മെത്രാനല്ല അവരുടെ മേലധ്യക്ഷനായ ബാവ തിരുമേനിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ചൊരു ജൂബിലി പരിപാടി ഉണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് മനോരമയുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലക്ക് എന്നോട് എൻ്റെ ചീഫ് എഡിറ്റർ എങ്ങനെയും തങ്ങളെ ഇതിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ തങ്ങളോടൊപ്പമാണ് ഞാൻ കോട്ടയത്ത് പോയത്. കോട്ടയത്ത് മനോരമ ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോൾ അന്ന് ഗവർണറായിരുന്ന ഡോക്ടർ PC അലക്സാണ്ടറും അവിടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിരുന്നു. PC അലക്സാണ്ടറോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ തങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, അബു, ഞാനിവിടെ സംസാരിക്കാൻ വന്നിട്ടുള്ള ബാവ തിരുമേനിയെക്കുറിച്ച് എനിക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല. ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചായിരിക്കും ഇവർ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, തങ്ങളൊന്നും ഭയപ്പെടേണ്ട, അദ്ദേഹത്തെക്കുറിച്ചുള്ള അല്പം വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ തങ്ങൾ ആ ഫോട്ടോ മനോഹരമായി നോക്കി ഇരിക്കുന്നവർ ഞാൻ അല്പം സ്വാതന്ത്ര്യമെടുത്ത് പറഞ്ഞു, തങ്ങൾ അദ്ദേഹത്തിൻ്റെ താടി തന്നെ നല്ല ഈമാനുള്ള താടി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ആ തമാശയിൽ പങ്കുചേർന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ വായിച്ചു നോക്കിയ ശേഷം ആ വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് തങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലായിരുന്നു. തങ്ങളെന്ന് പറഞ്ഞു, ഹൈന്ദവ പ്രമാണത്തിൽ വസുദേവ കുടുംബകം എന്ന് നമ്മൾ അറിയുന്നു, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന നില. ഇത് തന്നെയാണ് നമ്മൾ ഏത് മതക്കാരായാലും അംഗീകരിക്കേണ്ട തത്വം. അദ്ദേഹം പറഞ്ഞു, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നമ്മുടെ നബി തിരുമേനി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിയെയും സ്നേഹിക്കുവായും. ഇവിടെയൊക്കെയും മതക്കാരായിരിക്കണം, എൻ്റെ മതക്കാരായിരിക്കണം നമ്മൾ ഈ പങ്കുവെക്കേണ്ടത് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മനുഷ്യരിലും ഓടുന്നത് ഒരേ രക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൗഹൃദം പാലിക്കണം എന്നൊരു വലിയ സന്ദേശമാണ് തങ്ങളവിടെ നൽകിയത്. ഒരു കൊടുങ്കാറ്റിനും തകർത്തെറിയാനാവാത്ത വിധം കേരള മുസൽമാന്മാരെ സുരക്ഷിതരും ലക്ഷ്യബോധമുള്ളവരുമാണെന്ന വിധത്തിലേക്ക് അദ്ദേഹം തുഴഞ്ഞെത്തിച്ചു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസൽമാന്മാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ കേരള മുസൽമാന്മാരെ വിദ്യാഭ്യാസപരമായും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും ഭൗതിക ജീവിത സൗകര്യങ്ങളുടെ ഉന്നതിയിലേക്കും അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ വളർത്തിയെടുത്തു.
ഇന്ത്യ ബഹുസ്വരതയ്ക്ക് പേരുകേട്ട രാജ്യമാണ്. മതം, സമുദായം, ഭാഷ, സംസ്കാരം എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ വൈവിധ്യം പുലർത്തുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള ജനസഞ്ചയങ്ങൾക്കിടയിൽ, ജനപഥങ്ങൾക്കിടയിൽ സൗഹൃദത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു സ്വർണ്ണനൂല്, ഒരു സ്നേഹനൂല്, ആ സ്നേഹനൂല് കൊണ്ട് നമ്മുടെ ജനതയുടെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളെ ഒന്നിപ്പിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മൗലികമായ സംഭാവന ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്തായിത്തീരുന്നത്. പ്രധാനമായും സമാധാനത്തിൻ്റെ പാത പിൻചെല്ലുന്നതിൽ അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ഏതെങ്കിലും തർക്കവിഷയങ്ങളുണ്ടാകുമ്പോഴോ വികാരപരമായിട്ടുള്ള ആളുകൾ പ്രക്ഷുബ്ധരായിത്തീരുന്ന സന്ദർഭങ്ങളിലോ അതിനെ വളം വെച്ച് കൊടുക്കുകയല്ല, ജനങ്ങളെ സമചിത്തതയോടുകൂടി നയിക്കുന്നവനും വളരെ പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ വലിയ ഒരു മനുഷ്യസ്നേഹിയായിട്ട് കാണാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മതത്തിലുള്ളവരും എല്ലാ വിശ്വാസത്തിലുള്ളവരും ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിൽ സ്വന്തം സമൂഹത്തെ, താൻ ഏത് സമൂഹത്തിൽ നിന്ന് വളർന്നു വന്നുവോ ആ സമൂഹത്തെ സേവിക്കുവാനും ഒപ്പം തന്നെ മറ്റുള്ളവരെ സഹിഷ്ണുതാ മനോഭാവത്തിൽ കാണുവാനും ആദരവോടുകൂടി വീക്ഷിക്കുവാനും കഴിയുക എന്നുള്ളത് വലിയൊരു മഹത്വമാണ്. പണക്കാട് ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അത്തരം സവിശേഷത കലർന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്വന്തം സമൂഹത്തിനിടയിൽ വലിയൊരു സ്ഥാനം അദ്ദേഹം കരസ്ഥമാക്കിയത് സേവനത്തിലൂടെയാണ്. ഒപ്പം തന്നെ മറ്റ് മതങ്ങളോട് സഹിഷ്ണുതാ മനോഭാവത്തിൽ കാണുവാനും അവരോട് സഹകരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത്തരം വ്യക്തിത്വങ്ങളെന്നും സത്യത്തിൽ മാതൃകയാണ്. ഭാരതത്തെ സംബന്ധിച്ച് വലിയൊരു മാതൃകയാണ്. പണക്കാട് ശിഹാബ് തങ്ങളുടെ വിയോഗം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ്. സമാധാനം, മതം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമല്ലേ? ഇസ്ലാം എന്ന വാക്ക് ഉണ്ടായത് സിൽമ് എന്ന അറബ് പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ഏറ്റവും വലിയ ക്രൈസ്തവ മന്ത്രം. ഓം ശാന്തി എന്ന ശാന്തിക്ക് വേണ്ടിയുള്ള ഉത്കടമായ ദാഹമാണ് ഹൈന്ദവ ദർശനത്തിൻ്റെ ആത്മാവ്. ലോകത്തെന്നും മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സമാധാനം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞ വ്യക്തിത്വമായിരുന്നു ശിഹാബ് തങ്ങളുടെ വ്യക്തിത്വം. ഒരു കുഞ്ഞിൻ്റെ മനസ്സ്, നിഷ്കളങ്കമായ ഒരു മനസ്സ്, അത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. ഒറ്റ വാക്കിൽ പറയാം, ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു ആ വ്യക്തിത്വം. ഹസാറോं സാൽ നർഗിസ് अपनी बेनूरी पे रोती है, बड़ी मुश्किल से होता है ചമൻ മേ ദീദവർ പൈത. പെരുത്ത് പെരുത്ത് കാലം, സഹസ്രാബ്ദ കണക്കിന് കാലം പൂന്തോട്ടത്തിലെ നർഗിസ് ചെടി തൻ്റെ ചൈതന്യരാഹിത്യത്തെക്കുറിച്ച് കരയുമ്പോഴാണ് തോട്ടത്തിലൊരു വസന്തം വരുന്നത്. വിശ്വമഹാകവി അല്ലാമ ഇക്ബാലിൻ്റെ വരികളാണ്. യമനിൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് സഞ്ചരിച്ചിരുന്നു, ഹദറമൗത്ത്. ഈ ഹദറമൗത്ത് എന്ന് പറയുന്നത് ഇവിടെയുള്ള പല സയ്യിദ് കുടുംബങ്ങളുടെയും ഈ വേരു അവിടെ കാണാം എന്നാണ്. അപ്പം അത് കണ്ടെത്താനും അത് പഠിക്കാനും അദ്ദേഹം കാണിച്ച തൃഷ്ണ. തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലക്ക് അദ്ദേഹം ഈ പത്രം മതേതരമായി കൊണ്ടുപോകണം. ഒരു സമുദായത്തിനും വിഷമിക്കുന്ന വിധത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇവിടുത്തെ ഒരു സമുദായത്തെയും വേദനിപ്പിക്കുന്ന ഒരു സംഗതി ഈ പത്രത്തിൽ വരാൻ പാടില്ല. അത്ര വലിയ മതേതരമായ ചിന്താഗതിയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ചന്ദ്രികാ പത്രത്തെ നയിച്ചത്. യമനിലെ ഹലറമൗത്തിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയ അഹ്ലുബൈത്തിൻ്റെ 40-ാം തലമുറയിലെ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 2009 ഓഗസ്റ്റ് 1 ഓർമ്മയായി. കുടിലിലും കൂരയിലും കൊട്ടാരത്തിലും എല്ലാ ജീവിത ചുറ്റുപാടുകളിലും പാർക്കുന്ന മുഴുവൻ ആളുകളും ആ വേർപാടിൽ സങ്കടപ്പെട്ടു. അതെല്ലാവരുടെയും ദുഃഖമായി. കണ്ണീരിന് ഒരേ ഉപ്പുരസമാണെന്നും മനുഷ്യരുടെ ദുഃഖത്തിന് ഒരേ ഭാവമാണെന്നും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിര്യാണം ഒരിക്കലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. ഒരു പൊതുദുഃഖം. ആ പൊതുദുഃഖം നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു. ജീവിതത്തിൽ നാടിൻ്റെ പൊതുസമ്പത്തായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിയോഗാനന്തരവും നാടിൻ്റെ പൊതു സ്വത്തായി തീർന്നു
എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ച പാഠം. അതൊരു പക്ഷേ ഒരു നേതാവിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ മാത്രമേ ഈ ലോകത്തുനിന്ന് ജീവിതം അവസാനിപ്പിച്ച് പോകാൻ കഴിയൂ. സൗഹൃദം മാത്രം പരത്തി ജീവിച്ച ശിഹാബ് തങ്ങൾ വിട പറഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നിച്ച് സ്നേഹപൂർവ്വം തേങ്ങിക്കരഞ്ഞുവെന്നതിൽ അസ്വാഭാവികമായിട്ട് അസാധാരണമായിട്ട് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ശിഹാബ് തങ്ങൾ മൈത്രിയുടെ തേജോമയമായ രൂപമായിരുന്നു. എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് വ്യക്തികൾക്കിടയിലാകട്ടെ, കുടുംബങ്ങൾക്കിടയിലാകട്ടെ, സമുദായങ്ങൾക്കിടയിലാവട്ടെ, തർക്കം, കലഹം, ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ തീർക്കുന്ന, ഭിന്നതയുടെ മഞ്ഞ് ഉരുക്കിക്കളയുന്ന, ആഞ്ഞടിക്കുന്ന അനൈക്യത്തിൻ്റെ കൊടുങ്കാറ്റിനെ ഒതുക്കിക്കളയുന്ന സ്നേഹമസൃണമായ മന്ദഹാസം അതായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നൽകിയത്. നമ്മളെല്ലാം വന്യരായ സമാദരണീയരായിരുന്ന, നമുക്ക് വഴികാട്ടിയും വെളിച്ചവുമായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹം തന്ന അല്ലെങ്കിൽ കാണിച്ചു തന്ന ധാരാളം മാതൃകകൾ നമുക്കിവിടെ പിൻപറ്റി പ്രവർത്തിക്കുവാനുണ്ട്. മഹാനായ ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ തൽപരനായിരുന്നു, വിദ്യാഭ്യാസ പ്രോത്സാഹനകനായിരുന്നു. എല്ലാ കുട്ടികളോടും ആരെ പ്രത്യേകിച്ച് കണ്ടാൽ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നീ പഠിച്ച് മിടുക്കനാവണം, റാങ്ക് വാങ്ങണം, അതുപോലെ തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ ഉന്നത വിദ്യാഭ്യാസ കരസ്ഥമാക്കണം, IAS മറ്റും നേടിയെടുക്കണമെന്നുള്ള നല്ല വാക്കുകളായിരുന്നു അദ്ദേഹം